ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുരുഷന്മാർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എത്ര പേരുണ്ട് ഭാര്യമാരോട് സലാം പറയുന്നവർ? മുത്തുനബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ച കാര്യമല്ലേ? നിങ്ങൾ സലാം പറയുക, നിങ്ങളുടെ ഇടയിൽ മഹബ്ബത്ത് വർദ്ധിക്കുന്നതാണ്. അഫ്സുസ്സലാമ ബൈനക്കും തഹാബൗ ബൈനക്കും. നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഭാര്യയോട് സലാം പറയണം. എത്ര പേരുണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരോട് സലാം പറയുന്നവർ? അങ്ങനെ സലാം പറഞ്ഞാൽ ആ സലാം മടക്കാൻ ഭാര്യമാർ ആ വാതിൽ തുറന്നു കൊടുത്ത് കടന്നു വരുന്ന ഭർത്താവിനെ സ്വീകരിക്കണം. ഞാൻ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മജ്‌ലിസിലാണ്, ഞാൻ ഒരു മജ്‌ലിസിന്റെ പേരും പറഞ്ഞ് ഭർത്താവിനോടുള്ള കടമകൾ ഒഴിവാക്കാൻ പാടില്ല. തൽക്കാലം നമ്മുടെ ഓൺലൈൻ നിർത്തിക്കൊണ്ട് കടന്നു വരുന്ന ഭർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ഭർത്താവിന് വെള്ളം കൊടുത്ത് ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുക. പിന്നീട് ഒന്നിച്ചിരുന്ന് നമ്മുടെ മജ്‌ലിസുകൾ കേൾക്കാം. അങ്ങനെ ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ മജ്‌ലിസുകൾ, ഈ മജ്‌ലിസ് എന്നല്ല ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ശരി, ഭർത്താവ് കടന്നു വരുമ്പോൾ ആ ഭർത്താവിനൊന്ന് സ്വീകരിക്കണം. ഓ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരോട് നാം നല്ല നിലയിൽ പെരുമാറണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ മാതൃക. ആ ഹബീബിനേക്കാളും വലിയൊരു ഈമാനും വലിയൊരു തഖ്വയും നമുക്ക് വേണ്ട. ആ ഹബീബ് മുത്തുനബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് ചെയ്ത സ്വഭാവം എങ്ങനെയാ? ആ മുത്തുനബി തങ്ങൾ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സലാം പറയുക, മാതാപിതാക്കളോട് സലാം പറയണം. ഞാൻ ചോദിക്കട്ടെ, ഉപ്പയോട് സലാം പറഞ്ഞ് ഉപ്പയുടെ കൈ പിടിക്കുന്ന എത്ര സഹോദരന്മാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്? ഉമ്മയോട് സലാം പറഞ്ഞ് ഉമ്മയെ ചുംബിക്കുന്നവർ, ഉമ്മയുടെ കൈ പിടിക്കുന്നവർ എത്ര പേരുണ്ട്? ഓ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മാക്ക് സലാം പറഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിക്കുമ്പോൾ എത്ര മഹബത്താണ് അതിലൂടെ കൈമാറുന്നത്. മദ്രസയിലേക്ക് പോകുന്ന മക്കൾ, സ്കൂളിലേക്ക് പോകുന്ന മക്കൾ, അവർ ഉമ്മയോട് പോകുന്നത് പറഞ്ഞാൽ ആ സലാം പറഞ്ഞ് കൈ പിടിച്ച് ആ പരസ്പരം സ്നേഹം ആ കൈമാറിയാൽ എത്ര ഭംഗിയുള്ള ജീവിതമാണ്, നല്ലൊരു കുടുംബ ജീവിതമാണ്. ഞങ്ങളെല്ലാ കുടുംബത്തിലും അത്തരം നല്ല സ്വഭാവങ്ങൾ നീ നിലനിർത്തണേ അല്ലാ. സലാം അനുവദിക്കുന്നവരോട് പറയാവോ? അന്യവരോട് സലാം പറയാൻ പാടില്ല. ക്ലാസ് മീറ്റ് ആണെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരോട്, ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരുകൾ സലാം പറയുന്നു, അതൊരിക്കലും പാടില്ല. അവരെ നിങ്ങൾക്ക് കാണാൻ പാടുള്ളവരെല്ലാം കല്യാണ ദിവസങ്ങളിൽ അതാ തന്റെ കൂടെ പഠിച്ചതായ ചെറുപ്പക്കാരായ അന്യ പുരുഷന്മാർ ആ മണവാട്ടിയായി പുതുനാരി ഇറങ്ങുന്ന ആ ചെറുപ്പക്കാരുടെ അടുക്കലേക്ക് വന്ന് ഗിഫ്റ്റ് കൊടുത്ത് അതാ അന്യ പുരുഷനും അവരുമായി നിന്ന് ഫോട്ടോക്ക് വേണ്ടി പാസ് ചെയ്തു കൊടുക്കുകയാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിക്കാൻ തുടങ്ങുന്ന, വിവാഹം നടക്കുന്ന ആദ്യ ദിവസത്തിൽ തന്നെ, നിക്കാഹ് നടക്കുന്ന ആദ്യ ദിവസത്തിൽ തന്നെ ഹറാമുകളെ കൊണ്ടുള്ള തുടക്കമാണ്. ആ ജീവിതത്തിൽ പിന്നെ സന്തോഷങ്ങളില്ല, ആ ജീവിതത്തിൽ വലിയ പരാധീനതകളാണ്, പ്രയാസങ്ങളാണ് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹ സുദിനം റബ്ബ് പൊരുത്തപ്പെടുന്ന രൂപത്തിലായില്ലേ? ആ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകൾ നാം നേരിടേണ്ടി വരുന്നതാണ്. ഫോട്ടോ എടുക്കാൻ എന്ന പേരിൽ ഫോട്ടോഗ്രാഫറെ കൂടെ നമ്മുടെ മക്കളെ അങ്ങ് ഒഴിച്ചു വിട്ടുകൊടുക്കുകയാണ്. കാണുന്ന പറമ്പിലേക്കും സ്ഥലങ്ങളിലേക്കും പോയി ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ കൊണ്ട് അതാ ആ ചെറുപ്പക്കാരൻ ഫോട്ടോഗ്രാഫർ ഒരുപാട് അനാവശ്യങ്ങൾ കാണിക്കുകയാണ്. അതിനെല്ലാം നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നു. ആഖിറത്ത് നമ്മോട് ചോദിക്കപ്പെടുന്നു, ആ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? കുടുംബജീവിതം നന്നാകാൻ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നല്ല നിലയിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു കുടുംബജീവിതം തുടക്കത്തിൽ തന്നെ നാം ശ്രദ്ധിക്കണം. അള്ളാഹുവേ, ഞങ്ങളെല്ലാ കുടുംബ ജീവിതത്തിലും ഒരുപാട് സന്തോഷങ്ങൾ നീ നൽകണം.
നൽകണേ അല്ലാ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരോ സഹോദരിമാരോ ഭാര്യമാരുമായോ ഭർത്താക്കന്മാരുമായോ അമ്മായിമ്മമാരുമായോ അമ്മോഷന്മാരുമായോ കുടുംബമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഖുതുബുൽ ആലമീന്റെ മദദ് കൊണ്ട് ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മുഅ്ജിസത്ത് കൊണ്ട് അതൊക്കെ പരിഹരിക്കാൻ നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. എല്ലാവരുടെ മനസ്സിലും ലോലത നൽകണേ അല്ലാഹ്. കടുത്ത ഹൃദയം ഒഴിവാക്കി റബ്ബേ നല്ല ലോലമായ ഹൃദയത്തിന്റെ ഉടമകളാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ കുറിച്ച് പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖലാ ബിനിസാഇഹി, സ്ത്രീകൾ തന്റെ ഭാര്യമാരുമായി അവിടുന്ന് അതാ ഒരുമിച്ച് കൂടിയാൽ, റബ്ബേ എത്ര ഭാര്യമാർ, 4 ഭാര്യമാരെക്കാൾ കൂടുതൽ ഭാര്യമാർ മുത്തുനബി തങ്ങൾക്കുണ്ട്. അവിടുന്ന് വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുണ്ട്, 11ഓളം ഭാര്യമാർ നബി തങ്ങൾക്കുണ്ട്. അതുപോലെ അടിമ സ്ത്രീയുമുണ്ട്. എന്നാൽ എല്ലാവരോടും നല്ല നിലയിൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖലാ ബിനിസാഇഹി, തന്റെ ഭാര്യമാരുമായി അതാ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അല്യനന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ലോലമായവരാണ്. അക്രമന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനിയാണ്. ഭാര്യമാരോട് പുഞ്ചിരിക്കുന്നവരാണ്, അവരോട് ചിരിക്കുന്നവരാണ്. ആ ഭാര്യമാരോട് നല്ല നിലയിൽ അല്യൻ ഏറ്റവും ലോലമായ നിലയിൽ പെരുമാറുന്നവരാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഫ്ഖഹിന്നാസ്, ജനങ്ങളെ കൂട്ടത്തില് ഏറ്റവും നല്ല തമാശ പറയുന്നവരാണ്. ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ്, നല്ല നിലയിൽ തമാശ പറയുന്നവരാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹദ്ദസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ നിസാഅഹു ഹദീസ, ഭാര്യമാരെല്ലാം ഒരുമിച്ചിരുത്തിക്കൊണ്ട്, 2 ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് 2 ഭാര്യമാരെ ഒരുമിച്ചിരുത്താൻ കഴിയുന്നില്ല. ലോകത്തിന്റെ നേതാവ് അതാ തന്റെ ഭാര്യമാരെ മുഴുവനും ഒരുമിച്ചിരുത്തിക്കൊണ്ട് നല്ല തമാശ പറയുകയാണ്. ഒരു രാത്രിയിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഭാര്യമാരോട് നബി തങ്ങൾ അങ്ങനെ തമാശകൾ പറഞ്ഞു, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു ഭാര്യ പറഞ്ഞു, ഫഖാലത്ത് ഇംറഅതും മിൻഹുന്ന, അവരിൽപ്പെട്ട ഒരു സ്ത്രീ ഭാര്യ പറഞ്ഞു, കഅന്നൽ ഹദീസ് ഖുറാഫ, ഈ സംസാരം, ഇവിടെ നടക്കുന്ന സംസാരം ഖുറാഫയുടെ സംസാരം പോലെയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അത് ബഡായി വർത്താനം എന്നൊക്കെ പറയും ചിലവർ. അതുപോലെ അറബികളിലുള്ള ഒരു പ്രയോഗമാണ് ഖുറാഫയുടെ വർത്താനാണല്ലോ നിങ്ങളുടെ സംസാരം. ഇത് കേട്ടപ്പോ ലോകത്തിന്റെ നേതാവ് അവിടുന്ന് ഭാര്യമാർക്ക് അതിനെക്കുറിച്ച് അവരുടെ തമാശയിൽ വന്നൊരു വാചകത്തിന്റെ ഉള്ളടക്കം, അതിന്റെ അർത്ഥം അതാ പറഞ്ഞു കൊടുക്കുകയാണ്. അതദറൂന മാ ഖുറാഫ, എന്താണ് ഖുറാഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? മുത്തുനബി തങ്ങൾ ഭാര്യമാരോട് ചോദിക്കുന്നു. അവർ പറഞ്ഞു, ഇല്ല, അറിയുകയില്ല. അവർ പറയുകയാണ്, മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഇന്ന ഖുറാഫ, ഖുറാഫ എന്ന് പറഞ്ഞാൽ കാന റജുലൻ മിൻ ഉദ്റ, ഉദ്റ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, പുരുഷനാണ് ഖുറാഫ. അസറതുൽ ജിന്നു ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു ജിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ബന്ധസ്ഥലാക്കി ജിന്ന് പിടിച്ചു.
ഫമക്കസ ഫീഹിം ദഹ്റാ. ആ ജിന്നുകളുടെ ഇടയിൽ ധാരാളം അവൻ താമസിച്ചു, ഖുറാഫ താമസിച്ചു. സുമ്മ റദ്ദൂ ഇലൽ ഇൻസി. പിന്നെ ആ ഖുറാഫെ, ആ ജിന്നുകൾ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് പറഞ്ഞയച്ചു. ഫകാന യുഹദ്ദിസുന്നാസ ബിമാ റആ മിനൽ അജായിബ്. അപ്പോഴതാ ജിന്നുകളിൽ നിന്ന് കണ്ട വലിയ അത്ഭുത കഥകൾ ഖുറാഫ ജനങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഖുറാഫ ഒരുപാട് അത്ഭുതങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ ആ ഖുറാഫയെ കുറിച്ച് പറഞ്ഞു. ആ ഖുറാഫ പറയുന്ന വാക്കുകൾ പോലെ ആര് പറഞ്ഞാലും അതിനെക്കുറിച്ച് ജനങ്ങൾ പറയും അത് ഖുറാഫയുടെ വർത്തമാനമാണ്, ഹദീസ് ഖുറാഫ. ഈ ഭാര്യമാർ പറഞ്ഞ തമാശ, ആ തമാശയുടെ ഉള്ളടക്കം അതാ മുത്തുനബി തങ്ങൾ ഭാര്യമാർക്ക് അറിയിച്ചു കൊടുക്കുന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളായിരുന്നു കസീറൻ മാ യുഖബിലു ഉർഫ ബിനതി ഫാത്തിമത സഹ്റാ, തന്റെ മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ധാരാളം ചുംബിക്കുന്നവരായിരുന്നു. മക്കളെ ചുംബിക്കുക, അത് ചെറിയവരായാലും വലിയവരായാലും മക്കളോട് ചുംബനം നൽകുക കുടുംബത്തിൽ ഐശ്വര്യമാണ്, സ്നേഹമാണ്, പരസ്പരം സ്നേഹത്തിന് കാരണമാണ്. ആ നിലയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളോട് കാണിച്ച പെരുമാറ്റം അതാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരുടെ ഇടയിലാകുമ്പോൾ, ഞാൻ ലോകത്തിന്റെ നേതാവാണല്ലോ, ഞാൻ എല്ലാവരുടെയും അത്താണിയാണല്ലോ, അതുകൊണ്ട് ഭാര്യമാരുടെ ഇടയിൽ ഒരാളായി ഒരു വലിയവനായി നിൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ലോകത്തിന്റെ നേതാവ് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കവാഹിദിൻ മിൻഹും, അവരിൽ ഒരാളായി അവരോട് പെരുമാറിയിരുന്നു. ഇന്ന് പല ഭർത്താക്കന്മാരും ആ ഭർത്താവ് എന്ന റോളില്, ഞാൻ പുരുഷനാണെന്ന റോളില് ആ ഭാര്യമാരോട് പെരുമാറുന്നു. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനം കൊണ്ട് അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്നവരാണ് നമ്മുടെ ഭാര്യമാർ. ആ ഭാര്യമാരെ നാം ആവശ്യമില്ലാതെ ഇസ്ലാമിന്റെ കൽപ്പനയ്ക്ക് വേണ്ടിയല്ലാതെ ഒരിക്കലും അടിക്കാൻ പാടില്ല. എത്ര കുടുംബ പ്രശ്നങ്ങളിലാണ് ഭർത്താവ് ഭാര്യയെ അടിച്ചത്, ഭർത്താവ് ഭാര്യയെ അനാവശ്യം വിളിച്ചത്. അതേ മൊബൈൽ വാങ്ങിയതിന് വേണ്ടി താൻ നോക്കുന്ന മൊബൈലിലേക്ക് ഭാര്യ ഒന്ന് നോക്കിയത് കൊണ്ട്, താൻ വെച്ച സ്ഥലത്ത് നിന്ന് മൊബൈൽ എടുത്തതിന് വേണ്ടി തുടങ്ങി മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളതാ പ്രയാസത്തിലാണ്. ചെറിയ കുരുന്നു മക്കൾക്കതാ ഉപ്പമാർ നഷ്ടപ്പെടുന്നു, ഉമ്മമാരുടെ മടിത്തട്ടുകൾ നഷ്ടപ്പെടുന്നു. ചെറിയ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉപ്പയോട് സ്നേഹമാണ്. ഉപ്പമാർ കടന്നു വരുമ്പോൾ അവർക്ക് വല്ലതും കിട്ടല്ല, അവർക്ക് വലിയ ആനന്ദമാണ്. പക്ഷേ ഭാര്യമാരെയും മക്കളെയും വേറെയാക്കി പുരുഷന്മാർ ജീവിക്കുന്നൊരു സാഹചര്യം, മക്കളോട് ഒരൽപ്പം പോലും സ്നേഹമില്ല, ഭർത്താവ് ഭാര്യയോട് ഒരൽപ്പം പോലും സ്നേഹമില്ല. ആ ഭാര്യയാണ് തന്റെ ഉപ്പയെ നോക്കുന്നത്, തന്റെ ഉമ്മാക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നത്, തന്റെ വീട് വൃത്തിയാക്കുന്നത് തന്റെ ഭാര്യയാണ്, തന്റെ മക്കളെ പോറ്റുന്നത് തന്റെ ഭാര്യയാണെന്ന ചിന്ത പോലും ഒരു ഭർത്താവിന് ഇല്ലാതിരുന്ന് ആ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്. ഇവിടെയാണ് ലോകത്തിന്റെ നേതാവും നമ്മളോട് കൽപ്പിക്കുന്നത്. മുത്തുനബി തങ്ങളതാ ഭാര്യമാരോട് അവരിൽ ഒരാളായി അവരോട് പെരുമാറുന്നു. ഞാനൊരു പ്രസിഡന്റാണ്, ഞാനൊരു സെക്രട്ടറിയാണ്, ഞാൻ മഹല്ല് കാരണവരാണ്, ഞാൻ ഒരു ഖത്തീബാണ്, മുദരിസാണ്, ഞാൻ അല്ലെങ്കിൽ വാർഡ് മെമ്പറാണ്. അങ്ങനെ ഒരു റോളും ഭാര്യമാരുടെ ഇടയിലില്ല. അത് തന്റെ ഭാര്യയാണ്, താൻ അവരുടെ ഭർത്താവാണ്. ആ കുടുംബത്തിലെ ഇണക്കത്തോടുകൂടെ ജീവിക്കലാണ് മുത്തുനബി തങ്ങളുടെ മാതൃക. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, കുന്തു ഇദാ ഹവീതു ശൈആ, ഞാൻ വല്ല വസ്തു എടുക്കാൻ വേണ്ടി അങ്ങ് കുനിഞ്ഞാൽ, താബഅനി, അല്ലെങ്കിൽ വല്ല വസ്തു എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയാൽ, താബഅനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവതാ തന്റെ കൂടെ വരുന്നു. ഞാൻ വല്ല വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി വല്ലതും എടുക്കാൻ കുനിഞ്ഞാൽ തന്റെ കൂടെ അത് എടുക്കാൻ വേണ്ടി എന്നെ സഹായിക്കുന്നു.
ഞാൻ വല്ല കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടുന്ന് അതാ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുന്നു. ഞാൻ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ആ ഭാര്യയാവുന്ന ആയിഷ ബീവി പറയുകയാണ്, ഞാൻ വെള്ളം കുടിച്ച് ആ പാത്രം അവിടെ വെച്ചാൽ ലോകത്തിന്റെ നേതാവാകുന്ന എന്റെ ഭർത്താവ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കോപ്പ എടുത്തുകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട വായ വെക്കുന്നു. അലാ മൗളി ഫമീ, ഞാൻ എൻ്റെ വായ വെച്ച് ആ കോപ്പയിൽ ഏത് ഭാഗത്താണോ ഞാൻ എൻ്റെ വായ വെച്ചത് അതേ ഭാഗത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ട് വെച്ചുകൊണ്ട് വശരിബാ, ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി അതാ കുടിക്കുന്നു. ഇത് നമുക്ക് വലിയ മാതൃകയാണ്. ഭാര്യയുടെ മുമ്പിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു, ഭാര്യ കുടിച്ചതിന്റെ ബാക്കി കുടിക്കുന്നു, ഭാര്യ കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവ് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി, ഭർത്താവ് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കാൻ തയ്യാറാകുന്നവർ എത്ര പേരുണ്ട്? അതെല്ലാം വേസ്റ്റാക്കുന്നവർ, അതെല്ലാം വേസ്റ്റേക്ക് തള്ളിക്കൊണ്ട് നാം ഈ രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹങ്ങളില്ല, ഇണക്കങ്ങളില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഉന്നതമായ ജീവിതത്തെ കുറിച്ച് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മയല്ലേ, ആ ഉമ്മയല്ലേ നമുക്ക് മാതൃക. ആ ഉമ്മയെ കണ്ടൊന്ന് പഠിക്കണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ഉമ്മ ഞങ്ങളൊന്ന് സഹായിക്കണം, അവിടുത്തെ മദത് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ ഉമ്മമാർക്ക്, ഞങ്ങളെ ഭാര്യമാർക്ക്, ഞങ്ങളെ പെൺകുട്ടികൾക്ക്, ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക്, ഞങ്ങളെ കുടുംബവുമായി ബന്ധപ്പെട്ട മുഴുവൻ സഹോദരിമാർക്കും അവിടുത്തെ മദതൊന്ന് നൽകണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, അവിടുന്ന് മുത്തുനബി തങ്ങളോട് പെരുമാറിയ പെരുമാറ്റം, മുത്തുനബി തങ്ങൾ ഭാര്യയാകുന്ന ആയിഷയോടക്കമുള്ള മുഴുവൻ ഭാര്യമാരോടും പെരുമാറിയ പെരുമാറ്റമാണ് പറയുന്നത്. ബീവി ആയിഷ തങ്ങൾ ആയിഷ പറയുകയാണ്, വകാന യൻഹസു ഫളലതി മിനൽ ലഹ്മി അല്ലദീ അലൽ അം. മഹദിയായ ബീവി ആയിഷ തങ്ങൾ മഹദി പറയുകയാണ്, ഞാൻ ഇറച്ചിയുള്ള ഒരു എല്ലും കഷ്ണം കിട്ടിയാൽ, ഞാൻ കഴിച്ച ഇറച്ചിയുടെ ഒരു എല്ലും കഷ്ണം, ആ എല്ലും കഷ്ണത്തിന്മേലുള്ള ഇറച്ചി ഞാൻ കടിച്ചെടുത്തു. ഞാൻ കടിച്ചെടുത്തതിന് ബാക്കി അവിടെ വെച്ചാൽ വകാന യൻഹസു, അവിടെ നദാ കടിച്ചെടുക്കുന്നു. ഫളലതി മിനൽ ലഹം, ഞാൻ കടിച്ചതായ എല്ലിന്മേലുള്ള ബാക്കി എല്ലിന്റെ ആ മേലുള്ള ആ ഇറച്ചിയെ അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടിച്ചു തിന്നുകയാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്ത് നല്ലൊരു ജീവിതമാണ്, എന്തൊരു ഐശ്വര്യമുള്ള ജീവിതമാണ്, എന്തൊരു ബറക്കത്തുള്ള ജീവിതമാണ്. ഇതെല്ലാം മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് ജീവിതത്തിൽ പകർത്താനാണ്, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനാണ്. വകാന ആയിഷ ബീവി വീണ്ടും പറയുന്നു, വകാന യത്തഖിഉ ഫീ ഹിജ്രി, അവിടുന്നതാ എൻ്റെ മടിയിൽ തലവെക്കും, എൻ്റെ മടിയിലേക്ക് ചാരിയിരിക്കും. വയഖറഉൽ ഖുർആൻ, അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ ശറഫാക്കപ്പെട്ട തല, അവിടുത്തെ ശരീരഭാഗം എന്നിലേക്ക് ചാരിയിരുന്നു കൊണ്ട്, അതാ ഭാര്യയാകും എന്നിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്നു. ഇബാദത്തിന്റെ സന്ദർഭങ്ങളും അല്ലാത്തപ്പോഴും
ആ കുടുംബത്തിലോ എന്തൊരു ഐക്യമാണ്, എന്തൊരു സ്നേഹം പ്രകടനങ്ങളാണ്, എന്തൊരു ലാളനയാണ്. വളരെ ലോലമായ ഹൃദയത്തിന്റെ ഉടമ മുത്തുനബി തങ്ങളുടെ ആ വലിയ പെരുമാറ്റം നാം പഠിച്ചിരിക്കേണ്ടതുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു ദിവസം അതാ ഭാര്യമാരുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹദ്ദസ ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി ബിഹദീസി ഉമ്മു സർഇന്റെ സംസാരം ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ മുത്തുനബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഭാര്യമാർ തമ്മിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ സംസാരങ്ങൾ വേണം, ഭാര്യമാരുമായി സംസാരിക്കണം, അതിന് സമയം കാണണം. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, വാട്സപ്പിന്റെ കാലമാണ്, ഫേസ്ബുക്കിന്റെ കാലമാണ്. കിടക്കുമ്പോഴും എല്ലാ സമയത്തും നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ചാറ്റിങ്ങിലാണ്, അവരുടെ അന്വേഷണങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ അറിയലാണ്, അവരുടെ പരാതികൾ അറിയാനാണ് നമുക്ക് താല്പര്യം. തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയുടെ ഒരു എന്തെങ്കിലും പ്രയാസങ്ങൾ അറിയാൻ സമയം ഒരുപക്ഷെ ഉണ്ടാവുകയില്ല, അവരുമായി സംസാരിക്കാൻ സമയമില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കാര്യം അന്വേഷിക്കാൻ സമയമില്ല, ഭർത്താവിനെ ഒന്ന് സഹായിക്കാൻ സമയമില്ല. തന്റെ കൂടെ പഠിച്ചവർ, താനുമായി ഏതോ നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ടവർ, തന്റെ ഏതൊക്കെ ഫ്രണ്ട്ഷിപ്പുകൾ, തന്റെ ചങ്ങാതി കൂട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതേ സംസാരിക്കുകയാണ്. അവരുമായിട്ടുള്ള ബന്ധങ്ങളാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, ഒരു ഭാര്യയ്ക്ക് ആ ഭർത്താവിനോടാണ് കടമയുള്ളത്. ഒരു ഭർത്താവ് ഭാര്യയോട് നല്ല ബന്ധം വേണം, സ്നേഹം കാണിക്കണം, ഇവിടെ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കണം. ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഭർത്താവിന്റെ മക്കളോട് സ്നേഹം കാണിക്കൽ, ഭർത്താവിന്റെ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കൽ, ലോകത്തിൽ കിടക്കുന്നവരെ സഹായിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നാം കൊണ്ടു നടന്നാൽ നമുക്ക് വലിയ വിജയമാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം അതാ 11 സ്ത്രീകൾ തീരുമാനിച്ചു. എന്താണ്? അവിടെ ഭർത്താക്കന്മാരിൽ നിന്നുള്ള അവരുടെ റിപ്പോർട്ടുകൾ, ഭർത്താക്കന്മാരുടെ കഥകൾ, ഭർത്താക്കന്മാർ അവരുമായിട്ടുള്ള പെരുമാറ്റ വിഷയം, എങ്ങനെയുണ്ട് എൻ്റെ ഭർത്താവ് എന്ന കാര്യം പറയാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടുന്നു 11 സ്ത്രീകൾ. അതിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഉമ്മു സർ. ഉമ്മു സർ എന്ന സ്ത്രീ അതാ തന്റെ ഭർത്താവാകുന്ന അബൂ സർഇനെ കുറിച്ച് പറയുകയാണ്, എൻ്റെ ഭർത്താവ് നല്ലവരാണ്, അവരെപ്പോഴും ഞാനുമായി നല്ല ബന്ധത്തിലാണ്, കുടുംബവുമായി നല്ല ഇണക്കത്തിലാണ്, എൻ്റെ എല്ലാ വിഷയങ്ങളിലും അവരെന്നെ സഹായിക്കാറുണ്ട്. അങ്ങനെ തുടങ്ങി ഭർത്താവിന്റെ പോരിശയതാ ആ ഉമ്മു സർ എന്ന പെണ്ണ് അബൂ സർ ആകുന്ന ഭർത്താവിനെ കുറിച്ച് ധാരാളം അങ്ങ് പുകഴ്ത്തി പറയുകയാണ്. ഈ വിഷയം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുന്ന് അതാ പറയുകയാണ്, കുൻതു ലകി കഅബീ സർഇ ഉമ്മു സർ. ഓ ആയിഷ, ഞാൻ നിനക്ക് അബൂ സർഇ ഉമ്മു സർഇന് എപ്രകാരമായിരുന്നോ അതുപോലെയാണ്. ഉമ്മു സർഇനക്ക് അബൂ സർഇനെ കുറിച്ച് എന്താണോ പറയാനുള്ളത് അതുപോലെയാണ് ആയിഷ നിനക്ക് എന്നെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്നോട് ബന്ധമുള്ളത് ഉമ്മു സർഇനക്ക് അബൂ സർഇനോടുള്ള ബന്ധം പോലെയാണ്. അതായത് യാതൊരു പരാതിയും ഭാര്യക്കില്ല, യാതൊരു പ്രയാസവും പറയാനില്ല. ഞാനും നിങ്ങളും ചിന്തിക്കണം, ഇത് പറയുന്നത് ആരാണ്? ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആ മുത്തുനബി തങ്ങൾക്ക് ബീവി ആയിഷ മാത്രമല്ല, മറ്റു ധാരാളം ഭാര്യമാരുണ്ട്, 11ഓളം ഭാര്യമാരുണ്ട്. അവരോടൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോഴും
പറയുമ്പോഴും യാതൊരു പ്രശ്നവും ഭർത്താവിനെ കുറിച്ചില്ല എന്ന് അവിടുത്തെ ഭാര്യയാകുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നമ്മോട് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യം എത്രയാണ്? ഓ മുഹിബ്ബീങ്ങളെ, ഈ ലോകം വിട്ട് ഒരു ലോകത്തേക്ക് പോകാനുള്ളവരല്ലേ നാം. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബവുമായി, നമ്മുടെ ഭാര്യമാരുമായി, ഭർത്താക്കന്മാരുമായി, എല്ലാവരുമായി നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ല നിലയിൽ ഇണക്കമുള്ളവരായി കിട്ടണം. അതിന് വേണ്ടി നാം പരിശ്രമിക്കണം. ആരെല്ലാം പിണക്കമുള്ളവരുണ്ടോ എല്ലാ പിണക്കം മാറ്റാൻ, എല്ലാ ഭാര്യമാര്, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ പരസ്പരം സ്നേഹം കാണിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവിന്റെ തൃപ്തി എനിക്കുണ്ടാകണം. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു പെണ്ണങ്ങ് മരിക്കുന്നു എങ്ങനെയാണ്? ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ട നിലക്കാണ് ഒരു പെണ്ണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നതെങ്കിൽ ദഖലത്തിൽ ജന്ന, അവളെ സ്വർഗത്തിൽ കടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിന്റെ ഇഷ്ടം എനിക്ക് വേണം, അവിടുത്തെ തൃപ്തി എനിക്ക് കിട്ടണം. അതിനു വേണ്ടി സംസാരങ്ങളിലും നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലും ചിന്തിച്ചുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നാം പെരുമാറുക. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ആ ജീവിത ചിട്ടകൾ, അവിടുത്തെ ഭാര്യമാരുമായി പെരുമാറിയ പെരുമാറ്റങ്ങൾ നാം കണ്ടുപഠിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങളതാ ഭാര്യമാരോടുള്ള സന്തോഷം കൊണ്ട് അവിടുന്ന് യുസ്റബു ഇലാ ആയിഷ യുസർരിബു ഇലാ ആയിഷത സിദ്ദീഖ റളിയല്ലാഹു അൻഹയിലേക്ക് അയക്കുകയാണ്. ബനാത്തുൽ അൻസാർ, അൻസാറുകളായ സഹാബിമാരെ, ചെറിയ ചെറിയ കുട്ടികളെ അതാ ആയിഷ ബീവിയിലേക്ക് മുത്തുനബി തങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആയിഷ ബീവിയോട് കൂടെ ഒന്ന് കളിക്കട്ടെ. കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോയതെല്ലാം, കളിക്കാൻ വേണ്ടി ഏതെങ്കിലും പാർക്കിൽ അന്യപുരുഷന്മാരോടുകൂടെ ഒരുമിച്ചിരുന്നതല്ല. അതെ, തൻ്റെ വീട്ടിലേക്ക് തൻ്റെ അയൽവാസികളിൽപ്പെട്ട ചെറിയ ചെറിയ പെൺകുട്ടികൾ വന്ന് അവരുമായി കളിക്കുന്നു. അതിനും നാം സമയം കാണണം. കുട്ടികളുമായി കളിക്കാനുള്ള സമയം അതെ ആയിഷ ബീവിക്ക് മുത്തുനബി തങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആ കുട്ടികളോടുകൂടെ കളിക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആ നിർദ്ദേശം നൽകി. ചെറിയ മക്കളെ അയൽവാസിയിലും മറ്റുമുള്ള ചെറിയ പെൺകുട്ടികളെ അവിടെ നിന്നതാ പറഞ്ഞയക്കുന്നു. അങ്ങനെ ഭാര്യയാകുന്ന ഭാര്യയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, ആ ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കി, ഭാര്യയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടത്തോട് പ്രവർത്തിക്കുന്നു, അവരോട് പ്രവർത്തിക്കുന്നു. ഓ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. നാം ഇത് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുത്തെ ജീവിതത്തിൽ വീണ്ടും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, أنهم كانوا يوما عند رسول الله صلى الله عليه وسلم في بيت عائشة. ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലതാ മുത്തുനബി തങ്ങൾ ഒരു ദിവസം എല്ലാവരും ഇരിക്കുകയാണ്. അനസ് തങ്ങൾ പറയാണ്, സഹാബികളൊക്കെ മുത്തുനബി തങ്ങളുടെ അടുക്കൽ ആയിഷ ബീവിയുടെ വീട്ടിൽ ആയിഷ ബീവിയിലേക്ക് മുത്തുനബി തങ്ങൾ വരുന്ന ദിവസമാണെന്ന്. ആ ദിവസത്തിൽ മുത്തുനബി തങ്ങളുടെ കൂടെ അനസ് തങ്ങളുണ്ട്, ഒരുപാട് സഹാബികളും വീട്ടിലുണ്ട്. അപ്പോഴാണ് ഉമ്മു സലമയുടെ വീട്ടിൽ നിന്നതാ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഒരൽപ്പം റൊട്ടിയും മാംസവും കൊണ്ടുവരികയാണ്. ആയിഷ ബീവി ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നല്ല പാനീയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു സലീം ബീവിയുടെ വീട്ടിൽ നിന്നതാ അല്പം റൊട്ടിയും മാംസവും കൊണ്ടുവന്ന് മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി പറയാണ്,
പറയാണ്, ലഊ ഐദിയക്കും, സഹാബത്തെ നിങ്ങൾ കൈവച്ച് തിന്നോളി. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. ഒരു തളികയിൽ വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. നിങ്ങൾ എല്ലാവരും അത് കഴിച്ചുകൊള്ളുക. ആദ്യമായി മുത്തുനബി തങ്ങൾ അവിടുത്തെ കയ്യതാ ആ ഭക്ഷണത്തിൽ വെച്ചു. അപ്പോൾ ഞങ്ങളും അതാ ആ കൈവച്ചു. അങ്ങനെ ഞങ്ങളും മുത്തുനബി തങ്ങൾ കൂടെ കഴിച്ചു. അപ്പോഴാണ് വീട്ടിനുള്ളിൽ നല്ല ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണവുമായി തളികയിലാക്കി ആ ഭക്ഷണതാ മുത്തുനബി തങ്ങൾ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. ഭക്ഷണവുമായി വന്നപ്പോഴാണ് അവിടെ ഭക്ഷണം തളിക കാണുന്നു. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ തളിക കണ്ടപ്പോ ഫലമ്മാ ഫറഗത് മിൻ തആമിഹാ, അതേ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ ആ മുത്തുനബി തങ്ങളും സഹാബത്തും ആ ഉമ്മു സുലൈം കൊടുന്ന ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ജാഅത് ബിഹി ഫവളഅത്ഹു വറഫഅത് സഹ്ഫത ഉമ്മു സുലൈം ഫകസ്സറത്ഹാ. ആയിഷ ബീവി കടന്നു വന്നപ്പോ ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ഭക്ഷണം കഴിക്കുന്നത് വരെ ഉള്ളിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആയിഷാ ബീവി ഉണ്ടാക്കിയ ഭക്ഷണവുമായി അതാ കടന്നു വന്നു. ആ ഭക്ഷണത്തളിക മുമ്പിൽ വെച്ചുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ച ആ തളികെടുത്ത് വലിച്ചെറിയുകയാണ്. അവിടുന്ന് അതാ പൊട്ടുകയാണ്. فقال رسول الله صلى الله عليه وسلم, അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, കുലൂ ബിസ്മില്ലാഹ്, നിങ്ങളെ ഉമ്മയാകുന്ന ആയിഷ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ബിസ്മി ചൊല്ലി നിങ്ങളത് കഴിക്കുക. ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്തേ കാരണം? ഉമ്മാന്റെ വീട്ടിലെ ദിവസമാണ് എന്നാണ് ആയിഷ ബീവിയുടെ വീട്ടിൽ ഇന്ന് സൽക്കാരത്തിന്റെ ദിവസമാണ്. അപ്പോഴാണ് ഉമ്മു സുലൈം ഭക്ഷണം കൊണ്ടുവന്നത്. ആ ഒരു പ്രയാസം അതേ ആയിഷ ബീവിയാകുന്ന തന്റെ ഭാര്യക്ക്, നിങ്ങളുടെ ഉമ്മയാകുന്ന ആയിഷ ബീവിക്ക് ചെറുതായിട്ട് ചെറിയ പ്രയാസമുണ്ട് ട്ടോ എന്ന് മാത്രം ആ സഹാബത്തിനോട് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മഹാനായ മുത്തുനബി തങ്ങളതാ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ പാത്രം ആയിഷ ബീവി വലിച്ചെറിയപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഭക്ഷണത്തിന് പകരമായ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി ഭക്ഷണം കൊണ്ടുവരുന്നതിന് മുമ്പ് ഉമ്മു സുലൈം ഭക്ഷണം കൊണ്ടുവന്നത് അതിന് പകരമായി ഭക്ഷണം കൊണ്ടുവന്നെങ്കിൽ എന്നാൽ ആ ഉമ്മു സുലൈമിന്റെ ബീവിയുടെ പാത്രത്തിന് പകരം നിങ്ങളുടെ പാത്രമാണ് എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവന്ന ആ ഭക്ഷണ തലിക ഉമ്മു സുലൈമിലേക്ക് കൊടുത്തയക്കുകയാണ്. അതാണ് പറഞ്ഞത് ഇനാഉൻ മക്കാന ഇനാ, ആ പാത്രത്തിന് പകരം ഈ പാത്രം, ആ ഭക്ഷണത്തിനൊക്കെ പകരം ഈ ഭക്ഷണം. അങ്ങനെ മുത്തുനബി തങ്ങൾ വലിയ പ്രശ്നങ്ങളൊക്കെ, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അത് നല്ല നിലയിൽ പെരുമാറിക്കൊണ്ട് നല്ല സ്വഭാവം അവിടുന്നതാ അഹ്സനുക്കും അഖ്ലാഖൻ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവം അഹ്സനുക്കും ലി അഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എൻ്റെ അഹ്ലുകാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരാണ്. ലോകത്തിന്റെ നേതാവ് നമ്മളോട് കൽപ്പിക്കുകയാണ്. ആ ലോകത്തിന്റെ നേതാവ് കുടുംബ ജീവിതത്തിൽ കാണിച്ചു തന്ന ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിൽ അതുപോലെ തന്നെ മാതാപിതാക്കളോടും മക്കളോടും അവിടുന്ന് കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ്, അയൽവാസികളോട് എങ്ങനെയാണ്, അതേ കുടുംബത്തിലുള്ള വലിയവരോട് എങ്ങനെയാണ്, ചെറിയ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് പഠിച്ച് അവിടുത്തെ ആ നല്ല ഉദാത്തമായ ജീവിതം ഞങ്ങളെ ജീവിതത്തിൽ നിലനിർത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങളിൽ അറിവില്ലായ്മ കൊണ്ടോ മറ്റ് ഏതെങ്കിലും പ്രയാസപ്പെടുന്ന ദുർബല നിമിഷങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾ വല്ലതും പറഞ്ഞു പോയതോ ചെയ്തു പോയതോ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലാ
മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾ ഇത്രയും സമയം അവിടുത്തെ കുറിച്ച് മദ്ഹ് പറഞ്ഞ് അങ്ങ് മദീനയിൽ നിന്ന് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അവിടുന്ന് പൊരുത്തപ്പെടുന്ന ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.